വണ്ടിയുടെ ഫ്രണ്ടിൽ മൊബൈലിൻ്റെ ഒരു ഹോൾഡർ വെക്കാനായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് ഒരു വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. സൈഡിൽ തന്നെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ മോഡൽ ഒരു അംബാസഡർ കാർ കിടക്കുന്നുണ്ട്. ഇതൊക്കെ പണിയാൻ കൊണ്ട് ഇട്ടതാണ്. എന്നാലും പണി കഴിഞ്ഞിറങ്ങിയാൽ നല്ല വേറെ ലെവലാവുന്നൊരു വണ്ടിയാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം ഇതിനായിട്ട് പോയത് ഈ ടി വി എസിൻ്റെ തന്നെ ഷോറൂമിലാണ് ആദ്യം പോയി നോക്കിയത്. അപ്പോൾ അവരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ വീഡിയോ പിടിക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വെക്കണം, അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്യണം, അതിനെ പറ്റിയൊരു ക്ലാമ്പ് ചെറുതായിട്ടൊന്ന് ഫിറ്റ് ചെയ്യുന്ന കാര്യം അവരോട് ചോദിച്ചു. പക്ഷേ അവർ അങ്ങനെ ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ ആൾ ഈ വർക്ക്ഷോപ്പിലേക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവരോട് പറയാൻ പറഞ്ഞു. അങ്ങനെ മൊബൈലിൻ്റെ ഹോൾഡർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ഫിറ്റ് ഗിയർ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു ഇതാണ്. മൊത്തത്തിലിത് മെറ്റലാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ്. ഇതിന് തന്നെ ഒരുപാട് നമ്മൾ അന്വേഷിച്ച് നടന്നു. എന്താ പറയുക, ഈ ഒരു ടൈപ്പ് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. ഇത് ഞാൻ ബൈക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതാണ് വാങ്ങിയിട്ടുള്ളത്. ശരിക്കും സ്കൂട്ടിയുടേതുണ്ട് വേറെ, പക്ഷേ സ്കൂട്ടിയുടെ നമുക്ക് ഉദ്ദേശിക്കുമ്പോൾ കാര്യം അത് വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് ബൈക്കിനുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കാരണം സ്കൂട്ടി എന്ന് പറയുമ്പോൾ നമുക്കിത് വീഡിയോ പിടിക്കാനുള്ള ആ ഒരു ലെവലിൽ, ആ ഒരു ആംഗിളിൽ സ്കൂട്ടിയുടെ ആ ഹോൾഡർ വെച്ചാൽ പറ്റില്ല. അതുകൊണ്ട് ബൈക്കിൻ്റെ അതാ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബൈക്കിൻ്റെ ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഇതിന് അങ്ങനത്തെ സ്കൂട്ടിയിൽ അങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചെറിയൊരു ക്ലാമ്പ് എക്സ്ട്രാ വെക്കണം. ഈ മിറർ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യണം. മെറ്റലിൻ്റെ ഒരു ഇതാണ്, ഫുൾ മെറ്റലാണ് ബോഡി. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ തിരിക്കുന്ന അതും സ്ക്രൂവൊക്കെ ഉണ്ട്, ടൈറ്റാക്കുന്ന ഇതുണ്ട്, സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗുരുവായൂർ ചെന്നിട്ട് വാങ്ങിയതാണ്. ഞാൻ ഒരുപാട് കടകൾ അന്വേഷിച്ചു, പക്ഷേ മിക്ക കടകളിലും ഇങ്ങനെ വരുന്നില്ല, ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇതുവരെ മൊബൈൽ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൊബൈൽ വീഡിയോ എടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ബാക്കിൽ ഉമ്മാനായിട്ട് പോകുമ്പോൾ ഉമ്മാനൊക്കെ കൊണ്ട് കയ്യിൽ വെച്ച് പിടിക്കുക ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് നമുക്കതിൽ കാണാനും കഴിയും. ശരിക്കും ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹോൾഡർ ഫിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ചത്. കാരണം അതാകുമ്പോൾ കുറച്ചും കൂടി സൗകര്യമാണ് വീഡിയോ പിടിക്കാനൊക്കെ, അത് ഉദ്ദേശിച്ചിട്ട്. ഫ്രണ്ടിലുള്ള ആ ഒരു ഗ്ലാസിൻ്റെ സംഭവം, ഒരു ഷീൽഡ് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം. ഒരു പഴയൊരു പൈപ്പ്, ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ കഷ്ണം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പാകത്തിന് അതൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്ക്ഷോപ്പിലെന്ന് പറയുമ്പോൾ മെയിനായിട്ട് കാറുകളാണ് കാണുന്നത്. കാറുണ്ട്, പിന്നെ അതുപോലെ ടൂ വീലേഴ്സും ഉണ്ട്. ടൂ വീലേഴ്സ് വളരെ കുറവാണ്. ഞാനുള്ള സമയത്ത് ആകെ ഒരു 2-3 കണ്ടിട്ടുള്ളൂ. ബാക്കി മുഴുവനും കാറുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാകത്തിന് ഇത് വെച്ച് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കിയാണ്. ഇതാണ് ലാസ്റ്റ് വന്നിട്ടുള്ള ആ ക്ലാമ്പ് മുറിച്ച് അതിൻ്റെ ഷേപ്പിനാക്കിയിട്ട് ഇവിടെ ഈ മിററിൻ്റെ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഈ ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ വെച്ചിട്ടൊന്ന് നോക്കാനൊക്കെ പറഞ്ഞു. ഏത് ഇതിനാണ് വെക്കേണ്ടത്, എങ്ങനെയാണ്, എത്ര അകലത്തിൽ വേണം, അതിൻ്റെ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ വിളിച്ചു, ഞാനത് നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, ഇങ്ങനെയാണ് വേണ്ടത്, ഇത്ര ചരിവ് മതി, ഈ ലെവലിൽ വേണമെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാമ്പിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രൂ ചെയ്തിട്ട് അത് ഉറപ്പിക്കുകയാണ് ഈ ഹോൾഡർ. ക്ലാമ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഞാനൊന്ന് ഫോൺ വെച്ച് നോക്കിയപ്പോൾ അതൊരു ചരിവായിട്ടാണ് കണ്ടത്. അതായത് നമ്മൾ മൊബൈൽ പിടിക്കുമ്പോൾ ഇടതുവശത്തേക്കാണ് സ്ക്രീന് പോകുന്നത്, കറക്റ്റ് സെൻറ്ററായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പറഞ്ഞു. എന്നിട്ട് അത് കുറച്ചും കൂടി തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ അതിൻ്റെ ക്ലാമ്പിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ആ ജോലി കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഈ കാണുന്ന ക്ലാമ്പിൻ്റെ ആ പൈപ്പും കഷ്ണം ഉണ്ടല്ലോ, അപ്പോൾ അത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഡയറക്റ്റ് വെൽഡ് ചെയ്ത് വെക്കാൻ പോവുകയാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ എന്നാൽ ലാസ്റ്റ് അവർ നല്ല ഭംഗിയാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൊബൈൽ ഹോൾഡറിൻ്റെ, ആ മൊബൈൽ വെക്കുന്ന ഭാഗമാണ്. നമുക്ക് മുകളിലത്തെ ഇരിക്കുന്ന സംഭവമുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഫോണിൽ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ആക്കുക. ഇനിയുള്ളത് ക്ലാമ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ അഴിച്ച് മാറ്റിയ ഷീൽഡ് ഉണ്ടല്ലോ ഫ്രണ്ടിലത്തെ ആ ഗ്ലാസിൻ്റെ, അത് ഫിറ്റ് ചെയ്യുന്ന ജോലിയാണ്. അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ ഒന്നും കൂടി ഒന്ന് ടൈറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു, മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഷീൽഡിനെ തട്ടിയിട്ട് മൊബൈൽ വെക്കാൻ ബുദ്ധിമുട്ടാകുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത്
നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ ലെവലിൽ അവർ വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാൽ നല്ല നീറ്റായിട്ട് തന്നെ വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ ഔട്ട്പുട്ട്. ഹോൾഡറെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് പോകുന്ന വഴി ഒരു ചായ കുടിക്കാൻ കയറി കടയിൽ. ചായ എല്ലാം കുടിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഇപ്പോൾ മൊബൈലിൻ്റെ ഹോൾഡറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത തവണത്തെ വീഡിയോ മുതൽ നമുക്ക് മൊബൈൽ ഹോൾഡറിൽ അതുവഴി ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ നമുക്ക് കാണാൻ കഴിയും. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് അപ്പോഴേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.